ഇപ്പോൾ എന്തായി? ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? മാസങ്ങൾക്ക് മുമ്പ് 12-കാരിയുടെ വ്യാജ പീഡന പരാതിയിൽ സഹപാഠികൾ കേസിൽ കുടുങ്ങിയതും പോലീസ് മർദ്ദന കഥകൾ വായിച്ചതും ഓർമ്മയുണ്ടല്ലോ. കള്ളക്കേസ് കൊടുത്ത ആ പെൺകുട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. പെണ്ണെന്ന പരിഗണന. ഇതുമൂലം ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീകൾക്ക് ഇത് വളമാകാനേ സാധ്യതയുള്ളൂ. രണ്ടാമത്തെ കാര്യം, അന്ന് മെഡിക്കൽ റിപ്പോർട്ടാണ് കള്ളക്കേസുകാരിയെ ചതിച്ചത്. അത് ബാഡ് ടച്ച് ആയിരുന്നു കേസ് എങ്കിൽ എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഇതുകൊണ്ടാവാം 13-കാരിയും കൂട്ടുകാരും ചേർന്ന് മുത്തശ്ശനെതിരെ അത്തരത്തിലുള്ള കള്ളക്കഥ കൊടുക്കാൻ കാരണം ബാഡ് ടച്ച് ആകുമ്പോൾ വിഷയമല്ലല്ലോ. ചോറ് തിന്നുന്നവർക്കറിയാം ഇതിന്റെ ബാക്കിലെ കഥ. ചില കാര്യങ്ങളിൽ സ്വാഭാവികമായും ഒരു സംശയങ്ങൾ ആർക്കായാലും ഉണ്ടാകും. ഇവിടെ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ശക്തമാണ്. എന്തുകൊണ്ട് മുത്തശ്ശനെതിരെ കേസ് കൊടുക്കാൻ ഈ പെൺകുട്ടി മുതിർന്നില്ല? കൂട്ടുകാരായ കൊന്നവർക്ക് എന്തിനാണ് പണവും സ്വർണം കൊടുത്തത്? ആണായാലും പെണ്ണായാലും അത് എത്ര പ്രായമായാലും സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്നവർക്ക് എതിരെ നല്ലൊരു നിയമം ഇവിടെ ഇല്ല എന്നതും സ്ത്രീപക്ഷവും വിവേചനവും കലർന്ന നിയമ നടപടികളുമാണ് ഈ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും തുല്യതയില്ലാത്ത നീതിവ്യവസ്ഥ എന്നത് സങ്കടകരമായി ഉണർത്തുകയാണ്. ഇന്നത്തെ 13 വയസ്സുകാരിക്ക് 20 വയസ്സുകാരിയുടെ ബുദ്ധിയുണ്ട്. ഇതൊക്കെ പരിഗണിച്ച് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സമൂഹത്തിന് ഭീഷണിയാകുന്നവർക്കെതിരെ നല്ലൊരു നിയമ നടപടി സ്വീകരിക്കാതിരിക്കും കാലം ഇവിടെ ക്രിമിനലുകൾ വർദ്ധിക്കുകയുള്ളൂ. കേസ് ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിലാണ് നിലവിലുള്ളത്. പെൺകുട്ടിക്കെതിരെയും ആൺകുട്ടികൾക്കെതിരെയും നല്ലൊരു നിയമ നടപടി ലഭിക്കട്ടെ. 12 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ, അത് ആണായാലും പെണ്ണായാലും, അവർക്കുള്ളിൽ കുറ്റകൃത്യത്തോടുള്ള ഭയം സൃഷ്ടിക്കട്ടെ.